അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്. മുസ്ലിം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. അവൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റുള്ള ആളുകൾ സുരക്ഷിതരാവുക. ആ ഒരു ക്വാളിറ്റി നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഇപ്പോൾ മുമ്പൊരു സഹോദരൻ പങ്കുവച്ചൊരു വിഷയം, നമ്മളാളുകൾ തന്നെ എത്ര അശ്രദ്ധമായിട്ടാണ് ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അവർ പറഞ്ഞു, ഒന്ന് ഡ്രൈവിങ്ങിൻ്റെ വിഷയത്തിൽ അനാവശ്യമായി ഹോണടിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക, പാർക്ക് ചെയ്യുന്ന സമയത്ത് അനുവദിക്കപ്പെടാത്ത അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാകുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു തലത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിനെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ, ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് വഴി അപ്പോൾ അനാവശ്യമായി ബ്രൈറ്റ് ലൈറ്റ് ഇട്ടിട്ട് മറ്റുള്ള എതിരെ വരുന്ന വാഹനങ്ങളിലെ ആളുകൾക്ക് പ്രയാസമുണ്ടാവുക, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ ആരോഗ്യപരമായി ചിന്തിക്കുമ്പോൾ വളരെ വളരെ കോമൺ ആയിട്ട് ആളുകൾ ഇങ്ങനെ ഈ സാധാരണ നമ്മൾ തുപ്പുന്നത് താഴെ മണ്ണുള്ള സ്ഥലത്താണെങ്കിൽ അത് ജസ്റ്റ് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കില്ല. പക്ഷേ ഈ ഇൻ്റർലോക്ക് ഇട്ട സ്ഥലങ്ങളിലും റോഡുകളിലുമൊക്കെയായി നേരിട്ട് തുപ്പുന്ന ഒരു അശ്രദ്ധമായി അത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യണം, തിരുത്തിയെടുക്കണം. പിന്നെ നിസ്കാരത്തിന് വിഷയത്തിൽ പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെയധികം ഉച്ചത്തിൽ പള്ളിയിൽ നിന്ന് സംസാരിക്കുന്ന ആളുകൾ, ആ സംസാരം നിസ്കരിക്കുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നു. പിന്നെ അതേപോലെ ഉറക്കെ ഖുർആൻ ഓതുന്നത് പോലും നമ്മൾ ഒഴിവാക്കേണ്ട സന്ദർഭത്തിൽ അത്തരം സ്ഥലങ്ങളിൽ പോലും പള്ളിയിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്. അതും ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നിസ്കാരത്തിന് വരുമ്പോഴുള്ള ഡ്രസ് കോഡ്, നമ്മുടെ പിറകിൽ ഇട്ടിട്ടുള്ള ഡ്രസ്സിൻ്റെ പിറകിൽ മറ്റുള്ളവരെ തൊട്ട് പിന്നിൽ നിസ്കരിക്കുന്ന ആളുകൾക്ക് അശ്രദ്ധ ഉണ്ടാക്കുന്ന വിധത്തിൽ അവരുടെ ശ്രദ്ധ അവിടേക്ക് ആ കുപ്പായത്തിലേക്ക് ക്ഷണിക്കുന്ന രൂപത്തിലുള്ള ചിത്രവരകളും മറ്റു പണികളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം സംഗതികളൊക്കെ ഒഴിവാക്കിയിട്ടാവണം നമ്മൾ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകേണ്ടത്. അതുപോലെ തന്നെ പുകവലിച്ചുകൊണ്ട് വരുന്ന ആളുകളുണ്ട്. ഉള്ളി തിന്ന് പള്ളിയിലേക്ക് വരരുത് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ആ വിഷയം മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ അത്തരം സംഗതികളെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അത് ഈ ആരാധനകളുടെ വിഷയത്തിലാണെങ്കിലും പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോഴാണെങ്കിലും മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒന്നും എന്നിൽ നിന്ന് വരുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ആ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കടം കൊടുക്കുന്ന വിഷയത്തിലാണ്. കടം കൊടുക്കുന്നവരും വാങ്ങുന്നവരുമായിരിക്കും നമ്മൾ. പക്ഷേ കടം വാങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായ ഡേറ്റ് നമ്മൾ ആ പറഞ്ഞ സമയത്ത് തന്നെ തിരിച്ചു കൊടുക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചെറിയൊരു അവധി ചോദിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് വിളിക്കുന്ന കടം തന്ന ആൾ നമ്മളിങ്ങോട്ട് വിളിക്കുന്നതിനപ്പുറം അങ്ങോട്ട് വിളിച്ച് നമ്മൾ പെർമിഷൻ ചോദിക്കുന്ന, അല്ലെങ്കിൽ ഒരാഴ്ച കൂടി അവധി വേണം എന്ന് ആവശ്യപ്പെടുന്ന രൂപത്തിലുള്ള നല്ല ആ ഒരു സ്വഭാവം നമ്മൾ കീപ്പ് ചെയ്യണം. മറിച്ച് മറ്റേ കടം തന്ന ആൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതെ കാണുമ്പോൾ തിരിഞ്ഞു നടക്കുന്ന ആ രൂപത്തിലുള്ള സ്വഭാവക്കാരെ നമ്മൾ മാറരുത്. അപ്പോൾ മുസ്ലിമിൻ്റെ ക്വാളിറ്റി ഏത് വിഷയത്തിലും നമ്മൾ എടുക്കുമ്പോൾ, അത് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, റോഡിലാണെങ്കിലും നമ്മുടെ മറ്റു ആരോഗ്യപരമായ വിഷയത്തിലാണെങ്കിലും ആരാധനാ കർമ്മങ്ങളിലാണെങ്കിലും സാമ്പത്തികമായ മേഖലകളിലുമൊക്കെ കുടുംബജീവിതത്തിലുമൊക്കെ ഞാനൊരു മുസ്ലിം എന്നുള്ളതിൻ്റെ ക്വാളിറ്റി കൃത്യമായി കീപ്പ് ചെയ്യാൻ നമുക്ക് കഴിയണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.